കുറച്ചധികം നാളുകളായല്ലോ നമ്മൾ ഇതുപോലൊരു വീഡിയോ കണ്ടിട്ട്, ചോറ് വയ്ക്കുന്ന വീഡിയോ. അപ്പോൾ ഒരുപാട് നാൾ കൂടി നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ന് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ ഞാൻ അരി കഴുകുമ്പം ആദ്യം തന്നെ 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകും കേട്ടോ. അതിന് മുമ്പായിട്ടൊക്കെ അരി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമല്ലോ. അപ്പോൾ തിളച്ച് വരുന്നതിന് മുമ്പേ തന്നെ അരി ഇടണം എന്നാണ് പറയാറ്. അപ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വീണ്ടും അരി ഒന്ന് കഴുകും. അതിന് ശേഷമായിരിക്കും ഞാൻ അരി ഇടുക. കാരണം പണ്ടത്തെ പോലെ നമ്മൾ പാടത്ത് നിന്നും കൊയ്തെടുത്ത് കുത്തി അരിയാക്കുന്ന ആ ചോറിൻ്റെ അത്രയും മഹിമയൊന്നും ഇന്ന് കിട്ടത്തില്ല. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽ അരി പൂത്തു പോകാതിരിക്കാനോ കേടാകാതിരിക്കാനോ ഒക്കെ ആയിട്ട് ഈ പാക്കറ്റ് അരികളിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിക്കളഞ്ഞാലേ ചോറ് കഴിക്കുമ്പം മനസ്സിനൊരു തൃപ്തി വരൂ. എന്താണെങ്കിലും ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ ആയിട്ട് അരിയെ നന്നായിട്ടങ്ങ് കഴുകി അതിന് ശേഷമാണ് അരി ഇടുന്നത്. അപ്പോൾ പുതിയ വീട്ടിലെ നമ്മുടെ ആദ്യത്തെ ചോറ് വയ്ക്കലൊന്നും അല്ല വിറകടുപ്പിൽ. എന്താണെങ്കിലും ഞാനിങ്ങനൊരു വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കാം എന്നൊരു സംശയം കൂടിയുണ്ട്. എന്താണെങ്കിലും ഞാൻ എൻ്റെ പണിയങ്ങ് തുടരട്ടെ. അരി ഇങ്ങനെ ചുറ്റിച്ചാണ് ഞാൻ പൊതുവേ ഇടാറുള്ളത്. അത് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു അറിവാണ് കേട്ടോ. അരി ഇങ്ങനെ ചുറ്റിച്ച് ഒരു പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചോറിനൊരു ക്ഷാമമുണ്ടാവില്ല, അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ നിന്നും കിട്ടിയ ഒരു അറിവാണ്. എന്താണെങ്കിലും ഞാനും അത് പാലിച്ചു പോകുന്നു. കാരണം നല്ലതിനെയെല്ലാം നമ്മൾ നല്ലതായിട്ട് തന്നെ സ്വീകരിക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു നഷ്ടമോ കുറവോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് അത് നല്ലതിലേക്കല്ലേ വരുള്ളൂ. അപ്പം നല്ലതിനെ നമുക്ക് എപ്പോഴും പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കാം.